അങ്ങനെ പമ്പയുടെ തീരത്ത് ശബരിമല വ്രതമായിട്ട് വന്നു. എൻ്റെ മുത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരുന്ന ഒരൊറ്റ പ്രാർത്ഥനയുണ്ട്. ഇതുവരെ വിളിക്കാത്ത സ്വാമീനെ കൂടി ഇന്ന് കൂടുതൽ സമയം വിളിച്ചിട്ടേ ഉള്ളൂ. കരിമല്ല കയറ്റം കഠിനം എന്നെല്ലാം പറയും. ഇതിങ്ങനെ പറയുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇത് നേരിട്ട് അനുഭവിക്കുമ്പോഴല്ലേ. എങ്ങനെയുണ്ട് സ്വാമി പറയും? തിരക്കോട് തിരക്ക്. സ്വാമി അയ്യപ്പനെ കാണാൻ ഒരുമാതിരി തിരക്ക്. കൊടിമരത്തിന്റെ ചോട്ടിലാണ്. മഹാബുദ്ധായ നമഃ. നമസ്കാരം. ശബരിമലയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ രാവിലെ ഒരു 10:30 മണിയാകുമ്പോൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഭയങ്കര ബ്ലോക്ക്. എനിക്കൊന്ന് ഇത്രയും ബ്ലോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കണ്ണൂരൊക്കെ അതിഭീകര ബ്ലോക്കായിരുന്നു. കണ്ണൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം തലശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് തകർത്ത് വരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണിയായി. അതിന് മുമ്പേ നമ്മൾ കുറച്ച് ദൂരം കൂടെ പോയി. ഇനി ഒരുപാട് പോകാനുണ്ടല്ലോ, ശബരിമല പോകാനുണ്ടല്ലോ. അവിടെ രാവിലെയാണ് മല കയറേണ്ടത്. പുലർച്ചെ അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ എത്തുമായിരിക്കും. ലേഖയില്ലാതെ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ മക്കളും കൂടെ അവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ അവിടെ അമ്മായിയുടെ മകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടായിട്ടുണ്ട്. മോനത ഇവിടെയുണ്ട്. അമ്മ വേക്കിലുണ്ട്. അമ്മായി ഉണ്ട്. നമ്മുടെ സുഹൃത്തുണ്ട്. നമ്മൾ പ്രിയങ്കരനായ വാസുവേട്ടനുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയുണ്ട്. പലരും മുമ്പേ തന്നെ ശബരിമലയുടെ പ്രസാദമൊക്കെ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ 41 വ്രതം എടുത്തിട്ട് ഇന്ന് പോയി കണ്ട് അല്ലേ, നാളെ അയ്യപ്പനെ കണ്ടിട്ട് അയ്യപ്പന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം മല ഇറക്കം. അതിഭീകര മഴ. ഈ മഴ നമ്മുടെ നാട്ടിലാണ് കിട്ടിയിട്ട് നമ്മുടെ തോട്ടത്തിലെങ്കിലും കുറച്ച് ഗുണമായേനെ അല്ലേ. അതിഭയങ്കര മഴ. എറണാകുളം ബൈപ്പാസ്, എറണാകുളം അല്ലേ, തൃശ്ശൂർ എറണാകുളം ബൈപ്പാസിലാണ് ചാലക്കുടി ബൈപ്പാസ്. എന്താ മഴ! ഓ, ഇപ്പം കാണുന്നില്ല ശരവർഷം. കയറ്റി പോകും. സുഹൃത്തുക്കളെ, ഇതാ വണ്ടിയുടെ മുമ്പിൽ ചക്കയുമായിട്ട് വേറൊരു വണ്ടി. ഒരു എന്ത് വണ്ടി എന്നതിന് പറയാ? ബൊലേറോയുടെ പിക്കപ്പ്. ഒരു പിക്കപ്പ് നിറയെ ചക്കയായിട്ട് പോകുന്നുണ്ട്. ഈ ചക്ക എങ്ങനെയാണോ ഇതിങ്ങനെ കെട്ടാതെ അടുക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഭയങ്കര സംഭവം തന്നെ. മുമ്പിലൊക്കെ ഹിന്ദിക്കാരാണ്. ഏകദേശം പെരുമ്പാവൂരിന്റെ ഭാഗത്തു നിന്നാണ് ഇതുള്ളത്. ചക്കയുടെ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിനിടയിൽ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്തു. അതാണ് സംഭവം. അപ്പൊ ചക്കയും വിൽപ്പന ചരക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ പോകുന്നത്. പണ്ടത് ചക്കയെന്ന് പറയുമ്പോൾ മനുഷ്യനും വേണ്ട. ഇപ്പൊ ചക്കയുടെ ഒരു ചുളക്ക് 10-12 രൂപയാണ് ഒരു ചക്കയുടെ ചുളക്ക്. കാലം പോയ പോക്ക് അല്ലേ. ചക്ക കിട്ടാനില്ല. ചക്കയുടെ ഫോട്ടോ എടുത്ത് നമ്മൾ വേക്കലോട്ടായി. ഹോസ്പിറ്റലിന്റെ സമീപത്തെത്തി വാവര ഗുരുസ്വാമി. അങ്ങനെ പമ്പയുടെ തീരത്ത് ശബരിമല വ്രതമായിട്ട് വന്നു. എൻ്റെ മുത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരുന്ന ഒരൊറ്റ പ്രാർത്ഥനയുണ്ട്. പുലർച്ചെ ഏകദേശം ഒരു 2:45 കഴിഞ്ഞു. ഇനി പമ്പയിൽ സ്നാനം നടത്തിയതിന് ശേഷം പോകണം. ഇന്ന് പതിവ് പോലെയല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് വന്നത്. പാർക്കിങ്ങും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ശരിയാവും അല്ലേ. ഇതെല്ലാം തന്നെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നതല്ലേ. എല്ലാം അയ്യപ്പനെ സമർപ്പിച്ച് അങ്ങനെ യാത്ര ചെയ്യാം. സ്വാമി ശരണം. അമ്മായിതാ സ്വാമി ശരണം. വാസോട്ട് സ്വാമി ശരണം.
അമ്മേ സ്വാമി ശരണം എന്ന് പറ. നിശാന്തേ സ്വാമിയെ ശരണം പറ. സ്വാമിയെ ശരണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് ഇനി വിരിയെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് പുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വാമിയെ ശരണം അയ്യപ്പ. कर्मठाय नमः महाबुद्धाय नमः. എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മനക്ക് വന്നത്. കാരണം ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് എൻ്റെ മോളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം അല്ലേ. ഇനി എൻ്റെ മോക്ക് അടുത്ത വർഷം പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു വയസ്സുണ്ടല്ലോ, 11 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ പറ്റില്ല. ഇനി ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. 50 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവനോടെ ഉണ്ടെങ്കിൽ എത്ര വയസ്സാവും ഇപ്പം ആലോചിച്ച് ഏകദേശം 88-90 വയസ്സിൻ്റെ അടുത്താവും. അപ്പോൾ ഒരു മുതാച്ചൻ അമ്മക്ക് വേണ്ടിയിട്ട് എൻ്റെ മുത്തിന് വേണ്ടിയിട്ടാണ് മലക്ക് വന്നത്. ആ നീങ്ങണ്ടാ. സ്വാമിയെ ശരണം. പമ്പാ ഗണപതിയുടെ കോവിലാണുള്ളത്. അപ്പോൾ ഇതിന് തേങ്ങയൊക്കെ അടിച്ചതിന് ശേഷം ഇനി ശബരിമല കയറാനല്ലേ ഒരുക്കത്തിലാണ്. സ്വാമി ശരണയ്യപ്പ. വിജാനം ഭൂതഗണായ സേവിത കവിത്യജമ്പ് പോലെ സാരപക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാവിക്കൈശ്വരമുണ്ട്. വാവേ അപ്പോൾ ഇവിടെ വാവയുടെ ആഗ്രഹ സഫലീകരണത്തിനാണ് വന്നിരിക്കുന്നത്. പുത്രൻ പമ്പാ ഗണപതി പമ്പാഗണപതിയുടെ മുമ്പിലുള്ളത് അല്ല പറഞ്ഞേ. നമുക്കിനി എപ്പോഴും പോകാല, കുഴപ്പമില്ല. പാവക്കല്ലേ വാവേ ഇന്നേ വാ. ഇതിൻ്റെ ഇടയിലേ വാ, ഇതിൻ്റെ ഇടയിലേ വാ മത്തേ. അപ്പൊ നമ്മ ചെയ്തത് അല്ലേ വാവക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യമാണ് വാവേ. നമുക്കിനി അടുത്തൊന്നും നമുക്ക് അങ്ങനെ ഒന്നിച്ച് ഈ മലയിലേക്ക് വരാൻ പറ്റില്ല. കാരണം പെൺകുട്ടികൾക്ക് നോക്ക് ഇവിടെ നിൽക്ക് അല്ലേ. അപ്പോൾ എല്ലാ പ്രാർത്ഥനയുണ്ട് കേട്ടാ. ഇവിടെ ഓക്കെ. അപ്പോൾ സ്വാമിമാരെല്ലാവരും കൂടി മല കയറ്റം തുടങ്ങിയിരിക്കുന്നു അല്ലേ. പക്ഷേ ഗായ്സ് എനിക്കിടെ ഇറക്കാന്ന് കാണാൻ അയ്യപ്പോ സ്വാമി ശരണം സ്വാമി ശരണം ഭഗവതി ശരണം ദേവി ശരണം ശരണം അയ്യപ്പോ സ്വാമിയെ ഞാൻ വിളിച്ചതാണ്. അയ്യപ്പോ ശരണം. ओम कर्मठाय नमः ओम महाबुद्धाय नमः ओम महाशुद्धाय नमः कवनाय नमः ओम कर्मठाय नमः
महाबुद्धाय नमः कर्मठाय नमः എനിക്ക് നോക്കി എത്ര എടുത്ത് महाबुद्धाय नमः മൊബൈൽ എടുത്തിട്ട് പോകും. महाशुद्धाय नमः മെല്ലെ 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 ഇപ്പൊ സൈഡിലേ പോ, ഇപ്പൊ സൈഡിലേ പോ, ഇപ്പൊ സൈഡിലേ പോ. നോക്കി നോക്കി മേലെ നോക്കി മോളെ മേലെ. കറക്കം കറക്കം തിരക്കോട് തിരക്ക്. സ്വാമി അയ്യപ്പനെ കാണാൻ മാതിരി തിരക്ക്. കൊടിമരത്തിന്റെ ചുവട്ടിലാണ്. അത്രയും ക്യൂ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വേറെ ഒരു ബസ് കൂടെ കയറാനുള്ള ഒരു സാവകാശം തന്നു. തിരിച്ചു വരുമ്പോഴുള്ള കിഴക്കിന് ഉടച്ച് മലയിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടില്ലേ? ഇടിയും തുടങ്ങിയ വിൽപ്പന.
ഇതുവരെ വിളിക്കാത്ത സ്വാമീനെ കൂടി ഇന്ന് കൂടുതൽ സമയം വിളിച്ചിട്ടേ ഉള്ളൂ. എല്ലാരും ശബരിമല ആദ്യമായിട്ട് വരുന്ന 2 കന്യാസ്വാമിമാരാണ്. അവര് വിചാരിച്ചു ഈ സ്വാമി ഈ എപ്പോ കരിമല്ല കയറ്റം കഠിനം എന്നെല്ലാം പറയും. ഇതിങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് നേരിട്ട് അനുഭവിക്കുമ്പോഴല്ലേ. എങ്ങനെയുണ്ട് സ്വാമിമാരെ? എങ്ങനെയുണ്ട്? രണ്ട് മോഡൽ സ്വാമിമാരാണ് നിങ്ങൾ വന്നോണ്ടിരുന്നത് അല്ലേ? ഇന്നും വരണമെന്നില്ലേ? ഇപ്പൊ ചെരുപ്പിട്ടിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ചെരുപ്പിട്ടിരുന്നെല്ലാം പോയി. അപ്പൊ ചെരുപ്പിടാതെ ഇതാണ് അതിന്റെ പ്രത്യേകത. ഈ ഒരു വേദനയും ഈ ഒരു ഇതൊക്കെയാണ് അതിന്റെ സുഖം. അല്ലെങ്കിൽ പിന്നെ ട്രെയിന് പിന്നെ വണ്ടിയും അല്ലെങ്കിൽ കാറും ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെ ഡോളിലൊക്കെ മോളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തിക്ക് എന്താ കാര്യം? അപ്പൊ അങ്ങനെയാണ്. कर्मठाय नमः महाबुद्धाय नमः महाशुद्धाय नमः